സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എത്ര ബോധവൽക്കരണം നടത്തിയാലും ബാങ്ക് വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് പങ്കുവെക്കുന്ന ശീലം മലയാളികൾക്ക് പണ്ടേയുണ്ട്. അഭ്യസ്തവിദ്യരും സ്ത്രീകളുമാണ് കബളിക്കപ്പെടുന്നവരിൽ ഏറെയും. ചില ബാങ്ക് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടുന്നതെന്നും വിവരമുണ്ട്. മരിച്ചുപോയവരുടെ അക്കൗണ്ട് വഴിയാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ കൊച്ചിയിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് സംഘം 20 കോടി രൂപ കവർന്നെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറയുന്നു. കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, മരട്, സെൻട്രൽ, നോർത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് കഴിഞ്ഞ 1.5 മാസത്തിനിടെ 20 കോടി രൂപയുടെ തട്ടിപ്പുകൾ നടന്നത്. ഇതിൽ ഇൻഫോ പാർക്കിലെ ഒരു സ്ഥാപന ഉടമയ്ക്കുണ്ടായത് 7 കോടി രൂപയുടെ നഷ്ടമാണ്. തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണെങ്കിലും ഇതിന് പിന്നിൽ മലയാളികളുടെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മിക്ക കേസുകളുടെയും പിന്നിൽ UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് രാജ്യാന്തര ബന്ധങ്ങൾ ഇല്ലെന്നാണ് നിഗമനമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും UPയിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും, പല മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗാങ്സ് ഇതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മെത്തേഡ് സെയിം ആണ്. മെത്തേഡ് സെയിം ആണെന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് ഇവിടെ വിക്ടിംസ് എല്ലാം മലയാളികളാണ്. പ്രതികൾ വളരെ കുറവാണ്. മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. മരിച്ചുപോയവരുടെ അക്കൗണ്ടുകൾ വൈകാതെ റദ്ദാക്കണമെന്നാണ് നിയമമെങ്കിലും ഈ വഴിയിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ സ്വകാര്യ ബാങ്കുകളിലെ ജീവനക്കാരുടെ ഒത്താശയോടെയാണ് ഇത്തരം കൃത്യങ്ങൾ നടക്കുന്നത്. ഇവർ ഈ അക്കൗണ്ടുകൾ റദ്ദാക്കാതിരിക്കുകയും ഇതിന്റെ വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയും ചെയ്യും. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും വ്യക്തമായി. ഇത്തരം ചില ബാങ്ക് ഉദ്യോഗസ്ഥരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട 20 കോടി രൂപയിൽ 1 കോടി രൂപ ഇതുവരെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. 3 കോടി രൂപ ഉടൻ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുകയാണ്. കൊച്ചിയിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പുകൾ വഴി പണം നഷ്ടമായ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി.